ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ക്ലൗഡ് ആപ്പ് വെച്ചിട്ട് GTA 5 കളിക്കാം എന്നുള്ളതാണ്. പലർക്കും ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്ന് അറിയാം, പക്ഷെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ചിക്കി ആപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ചിക്കി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 2025 നിങ്ങൾ കയറ്റേണ്ടത്. നിങ്ങളുടെ വെർഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ കയറ്റുക. അപ്പോൾ 2025 ആയതുകൊണ്ട് 2025 ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്പാണ് ഇതിലേറ്റവും ബെസ്റ്റ്. കുറേ ആപ്പ് കാണും, ക്ലൗഡ് ആപ്പ്. ഇതാണ് കുറച്ചും കൂടി മെച്ചമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഇത് കളിക്കാൻ വേണ്ടിയിട്ട് ഗെയ്സ് നമുക്കൊരു കോയിൻസ് കുറച്ച് വേണം. GTA 5 പക്ഷെ നമ്മൾ കയറ്റുമ്പോൾ തന്നെ നമുക്ക് 100 കോയിൻസ്, അതായത് 40 കോയിൻസ് വീതം നമുക്ക് കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 40 കോയിൻസ് വെച്ചിട്ട് നിങ്ങൾക്കിത് കളിക്കാൻ പറ്റും. ഇത്ര 15 മിനിറ്റ് വരെ, 15 തോന്നുന്നു, 15 മിനിറ്റ് വരെ കളിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിതിൽ പ്ലേ കൊടുക്കുക. അപ്പോൾ ഇതിൽ GTA 5 ഫസ്റ്റ് ഓപ്ഷൻ കാണും, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്ലേ വിത്ത് ഫ്രണ്ട്സ്, പ്ലേ വിത്ത് സിംഗിൾ പ്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സിംഗിൾ പ്ലേ ആണ് ബെസ്റ്റ്. അപ്പോൾ അത് തോന്നുമ്പോൾ തന്നെ ഫസ്റ്റ് ആഡ് വരും. ഒരു ആഡൊന്ന് കണ്ടെടുത്തിട്ട് അതിൽ സ്വിച്ച് ഉണ്ടാവും. നിങ്ങൾ ആദ്യം കയറ്റുന്നതുകൊണ്ട് സ്വിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. അമേരിക്ക ഉണ്ടാവും, ഏഷ്യ ഉണ്ടാവും. അമേരിക്കയിലായിരിക്കും കൂടുതൽ ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഏഷ്യ സെലക്ട് ചെയ്യുക. അപ്പോൾ 23 മിനിറ്റ് എടുക്കും എനിക്കിത് കളിച്ചെടുക്കാൻ. 23 മിനിറ്റ് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വരും ഗൈസ്. ഓക്കെ ഓക്കെ അപ്പോൾ സെർവർ സ്വിച്ചിങ് എന്നുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ട്. ഓക്കെ, ഇത് അമേരിക്കയാണ്. നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് കൊടുക്കുക ഗൈസ്. നിങ്ങൾ രാത്രി ആണെങ്കിൽ ഏഷ്യ സെലക്ട് ചെയ്യുക, രാവിലെ ആണെങ്കിൽ അമേരിക്ക സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ സെലക്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ നമുക്ക് ഇനി ഗോൾഡ് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സെർച്ച് ബാറിൽ തന്നെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ മീ എന്നുണ്ടാവും സൈഡിൽ, അതൊന്ന് കൊടുക്കുക. മീ കൊടുത്തതിന് ശേഷം ഇവിടെ ഫ്രീ പ്ലേ എന്ന് കാണാം. അങ്ങനെ നിങ്ങൾ ആ മീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ നിങ്ങൾ ഡെയിലി റിവാർഡ് കൊടുത്തിട്ട്, അതായത് മോർ ഗെയിംസ് കൊടുത്തിട്ട് ഇതിലോട്ട് കിടക്കുക. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഓൾറെഡി 5 കോയിൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ആഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓൾറെഡി 5 കോയിൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ വരും ഗൈസ്. ഇതിൽ ഡ്രോയിങ് ആണ്. ഇതിൽ നമ്മൾ ആഡ് കണ്ടിട്ട് കറക്കുക. അതായത് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് കിട്ടും, അല്ലെങ്കിൽ ചാറ്റിങ്ങിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും ഗൈസ്. ഞാൻ കറക്കിയിട്ടുണ്ട്. എന്താണ് കിട്ടണത് ഗൈസ്? എനിക്ക് ഈ ഒരു ചാറ്റ് ബബിൾ 1 എന്ന് പറഞ്ഞിട്ട് എന്തൊരു സാധനമാണ്. ഇതിനോട് എന്തോ ഉപയോഗം ഇപ്പോൾ എനിക്കറിയില്ല. ഒന്നും കൂടി ഒന്ന് കറക്കി വെക്കാം. ഓക്കെ, ഒന്നും കൂടി ഒന്ന് കറക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിലെന്താ കിട്ടുക? ഇതിലും ആ സാധനം തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ആ സാധനം ഇപ്പോൾ 2 എണ്ണമായി. ഒന്നുകൂടി വാച്ച് കാണുന്നുണ്ട്. വാച്ച് ഓറും ഇത്രയും 20 സെക്കൻഡ് എത്ര ഉണ്ടാവുക. ഇതിലെന്താ കിട്ടുക നോക്കാം. ഓ ഗൈസ്, ഇതിൽ 3 കോയിൻ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ലക്ക് ഉണ്ടെങ്കിലേ 3 കോയിൻ കിട്ടുള്ളൂ. അത്ര കഷ്ടപ്പെട്ടാലും 3 കോയിൻ നമുക്ക് കഷ്ടപ്പെട്ടിട്ട് കിട്ടുള്ളൂ. ഇത്രയും ടൈമോ GTA 5 നമുക്ക് കളിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. കളക്ട് ഫ്രൂട്ട്സ്, ട്രഷർ ഹാൻഡ് അങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പം എൻ്റെ 50, ഇനി 12 മിനിറ്റോളം ഇനിയുണ്ട്. അത് എന്തായാലും നമ്മൾ സ്ക്രീനിൽ അത് സൈഡിൽ ഇങ്ങനെ ഓപ്ഷനലായിട്ട് ഇങ്ങനെ വരും ഗൈസ്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ സ്വിച്ച് 48 പ്ലെയർ ഉണ്ട്. അതിന് നമുക്ക് സ്പീഡ് കാർഡ് വാങ്ങണം. അതിന് റിയൽ മണി ആയിട്ട് നമ്മൾ കൊടുക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, 38 ആളായി. 50 മിനിറ്റ് ഉണ്ട് ഗൈസ്. ഇനി നമ്മളതുവരെ നമ്മൾ നല്ല റീലും കണ്ടിരിക്കുക അതിന് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ സ്വിച്ച് ഓൾറെഡി വരുന്നതാണ്. ആഡ്സിൻ്റെതാണ്. ആഡ്സ് കണ്ടാൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റർ കൊടുത്തിട്ട് കളിക്കാൻ തുടങ്ങുകയാണ്. നമ്മളിത് ഓൾറെഡി ഗൈസ്, നമ്മളിത് 1 മിനിറ്റ് ആയാൽ നിങ്ങളിത് ഓൾറെഡി ഇങ്ങനെ വരും ഗൈസ്, എൻട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ എൻട്രി ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾ GTA 5 പോകും.
ഇതൊക്കെ നമ്മൾ എന്താ അടിച്ചു വിടുക. ഇതിലോട്ട് ഇനി നമ്മൾ ഗെയിം സ്റ്റോറി എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. നമ്മളങ്ങനെ ടച്ച് പാഡായിട്ടല്ല, ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കുറച്ചും കൂടി മെച്ചം ജോയിസ്റ്റിക്ക് വെച്ച് കളിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മെച്ചമുണ്ടാവും. ഈ ഒരു ഇതൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ കൊടുത്താൽ ഇതൊക്കെ സ്കിപ്പാകും. ഞാനിതിങ്ങനെ കൊടുത്തു വിടുന്നുണ്ട്. ഓക്കെ ഇത് കുറേ നമ്മൾ കൊടുക്കണം ഗൈസ്. കുറേ കൊടുത്താലേ ഉള്ളൂ വരിക. എനിക്ക് എത്ര 7 മിനിറ്റോളം കളിക്കാം. 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വരും ഗൈസ്. ഇനിയും ഒരു 2 സ്ക്രീനോളം വരാനുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്ക്രീനുള്ളൂ. ഓക്കെ സമയം നമ്മളെ ഗെയിമിലോട്ട് കടന്നിട്ടുണ്ട്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഗൈസ് ഇത്ര ലാഗ് ഇതിന്. അല്ലെങ്കിൽ ഞാൻ കളിക്കുമ്പോൾ നല്ല അത്യാവശ്യം ഈ ഒരു ഫോണിന് സപ്പോർട്ടായിട്ടുള്ള സ്മൂത്തിലാണ് ഗൈസ് ഞാൻ GTA 5 കളിക്കൽ. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗാണ് ഗൈസ്. നിങ്ങളുടെ ഫോൺ അത്യാവശ്യം ഒരു 5G ആണെങ്കിൽ അത്യാവശ്യം സ്മൂത്തോളം നിങ്ങൾക്ക് കളിക്കാം. എൻ്റെ ഫോൺ 5G ആണ്. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് ഗൈസ് GTA 5 ഇത്ര ലാഗായിട്ട് വരുന്നത്. ഇത് നമ്മൾ ആ ജോയിസ്റ്റിക്കിന് കൊടുത്താൽ നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ്. അത് നമുക്ക് ഈ ഒരു കീപാഡിൽ തന്നെ നമുക്ക് ക്യാമറ മൂവറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലെങ്ങനെ നമുക്ക് ഇടിക്കാം. ബി അമർത്തിയിട്ട് നമുക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ഉണ്ടാവും. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കളിച്ചാൽ ഏത് ഫോണിലും ഇങ്ങനെ ലാഗ് വരും ഗൈസ്. എൻ്റെ ഫോണിൽ ഇങ്ങനെ ലാഗ് വന്നിട്ടുണ്ട്. എൻ്റെ ഫോണിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ റെക്കോർഡ് ചെയ്താൽ. നമ്മളത് ഐഫോണൊക്കെ ആണെങ്കിൽ വരില്ല. അപ്പോൾ വൈ കൊടുത്തിട്ട് നമ്മൾ കാറി കയറണം. വൈ കൊടുത്തിട്ടാണ് ഗൈസ് നമ്മൾ കാറി കയറുന്നത്. ഇങ്ങനെ മിഷനായിട്ടുണ്ട്. ഈ മിഷൻ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണമെങ്കിൽ കൊടുക്കുക. സ്കിപ്പിങ്ങിന് മൊത്തം നമ്മൾ ഗൈസ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വലത് ഭാഗത്ത് നമുക്കൊരു RT എന്ന ഒരു ഓപ്ഷൻ കാണാം. അങ്ങനെ ഇട്ട് കൊടുത്താൽ വണ്ടി മുന്നോട്ടാവും ഗൈസ്. ലാഗൊന്നും കളിക്കാൻ പറ്റില്ല. സൈഡിൽ നമ്മൾ ജോയിസ്റ്റിക്ക് ഇല്ലേ അത് വെച്ചിട്ട് മൂവാകുന്നുണ്ട് ഗൈസ്. GTA 5 നമ്മൾ ആൻഡ്രോയിഡിലാണ് ചെയ്യാനെന്ന് പറയാം. കോഡ് ആപ്പ് വെച്ചിട്ട് ഇനി നമുക്ക് ഈ ലെഫ്റ്റിൽ LT എന്ന് പറഞ്ഞതാണ്. അത് വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് മൂവ് ആവുന്നതാണ്. ഓക്കെ ബാക്കിലോട്ട് മൂവ് ആയിട്ടുണ്ട്. നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ എങ്ങനെ മിഷൻ സ്കിപ്പ് ചെയ്യാനുള്ളൊരു വീഡിയോ കൂടി എൻ്റെ വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഞാനത് ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. ഞാൻ മിഷനൊന്നുമല്ല ഗൈസ് കളിക്കണം. വെറുതെ ഇങ്ങനെ നിങ്ങളെ ഈ ഒരു വീഡിയോക്ക് വേണ്ടി വെറുതെ ഒന്ന് പോവുകയാണ് അങ്ങോട്ട്. ഗൈസ് കൊടുത്തിട്ട് നമ്മൾ അവിടെ വണ്ടി ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇനി മാപ്പ് എടുക്കണമെങ്കിൽ മേലെ ഒരു 3 ലൈൻ കാണാമെങ്കിലും 3 ലൈൻ എടുത്താൽ ഗൈസ് നമുക്ക് മാപ്പ് കാണാൻ സാധിക്കും. മാപ്പ് മൊത്തമായിട്ടൊന്ന് നമുക്ക് റിസർച്ച് ചെയ്ത് അതായത് ഇങ്ങനെ ലൊക്കേഷനൊക്കെ വെച്ച് കളിക്കണമെങ്കിൽ നമ്മൾ ഓപ്പൺ വേൾഡായിട്ട് കളിക്കണം മിഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ. ഓക്കെ ബൈ.